ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ആദ്യത്തെ ടൂള് ലാസോ ടൂളാണ്. ലാസോ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷനായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? സെലക്ഷൻ കളയാനായിട്ട് കൺട്രോൾ ഡി എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ജസ്റ്റ് സെലക്ഷൻ ചെയ്തതിന് ശേഷം കൺട്രോൾ ഡി എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സെലക്ഷൻസിനെ പോവും. അപ്പോൾ ലാസോ ടൂള് കണ്ടല്ലോ, നമ്മൾ മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷൻ. അടുത്ത് വരുന്ന ടൂളാണ് പോളിഗണൽ ലാസോ ടൂള്. അതായത് മൗസ് ക്ലിക്ക് ചെയ്യണത് എങ്ങനെയാണോ, മനസ്സിലായല്ലോ? മൗസ് ക്ലിക്ക് ചെയ്യണത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരിക? ഇവിടെ പോളിഗണൽ ലാസോ ടൂൾ വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? പോളിഗണൽ ലാസോ ടൂൾ. ഇനി അതിൻ്റെ തൊട്ടടിയിൽ വരുന്നൊരു ടൂളുണ്ട്, മാഗ്നറ്റിക് ലാസോ ടൂൾ. ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക കളറിൻ്റെ അരികിലൂടെ, മനസ്സിലായല്ലോ? ഒരു പ്രത്യേക കളറിൻ്റെ അരികിലൂടെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോസൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത വർക്ക് ശരിക്കും കട്ട് ചെയ്യാൻ ഈ ടൂളല്ല ഉപയോഗിക്കുക, പക്ഷേ ഇപ്പോൾ പഠിച്ച ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കൂ, ഇപ്പോൾ ഞാൻ ഈ തലമുടിയുടെ അടുത്ത് കൂടെ ഇങ്ങനെ സെലക്ഷനായി കണ്ട സെലക്ഷൻസ് പോകുന്നുണ്ട്, അതിൻ്റെ അടുത്ത് കൂടെ വെറുതെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി നിങ്ങൾ. ക്ലിയർ അല്ലേ? മാഗ്നറ്റിക് ലാസോ ടൂൾ എന്നുള്ള ടൂൾ ഒരു പ്രത്യേക കളറിന് അരികിലൂടെ സെലക്ഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. ലാസോ ടൂള്, പോളിഗണൽ ലാസോ ടൂള്, മാഗ്നറ്റിക് ലാസോ ടൂൾ. ക്ലിയർ ആണല്ലോ? ലാസോ ടൂള്, പോളിഗണൽ ലാസോ ടൂള്, മാഗ്നറ്റിക് ലാസോ ടൂൾ. അടുത്ത് വരുന്ന ടൂളാണ് മേജിക് വാണ്ട് ടൂൾ. മേജിക് വാണ്ട് ടൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാണ് നമ്മൾ ഇന്നലെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ. ഈ ഫോട്ടോയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? പുതിയതായിട്ടുള്ള ഒരു പേജിലേക്ക് സെറ്റ് ചെയ്തു. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഫോട്ടോസിനെ നമ്മുടെ ഈ പേജിലേക്ക് വലിച്ചിട്ടു. ക്ലിയർ ആണല്ലോ? ഈ നമ്മുടെ പേജിലേക്ക് ഈ ഫോട്ടോസിനെ വലിച്ചിട്ടു. ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി നോക്കട്ടോ, എനിക്ക് ഇതിൻ്റെ ഫുള്ള് സ്ഥലത്ത് റോസ് കളറാണ് അല്ലേ? അപ്പോൾ എനിക്ക് ഈ മേജിക് വാണ്ട് ടൂൾ, ഒരു മന്ത്രക്കാരൻ്റെ വടി പോലത്തെ ഒരു ടൂൾ കണ്ട മേജിക് വാണ്ട് ടൂള്. ഈ മേജിക് വാണ്ട് ടൂൾ കൊണ്ട് ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം സെലക്ഷനായിട്ട് മാറും. കണ്ട, ഒരു പ്രത്യേക കളർ മാത്രം സെലക്ഷനായത് കണ്ട നിങ്ങൾ? മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അതായത് ഒരു പ്രത്യേക ഭാഗം മാത്രം, ഒരു പർട്ടിക്കുലർ കളർ. ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ എന്ന് കൊടുക്കുക. ഫ്ലവർ ഒറ്റ കളറുള്ള ഫോട്ടോസ് എടുക്കണം. ഒറ്റ കളർ, ചുറ്റു സൈഡിലും ഒറ്റ കളറുള്ള ഫോട്ടോസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതാ ഈ ഫോട്ടോസ് എടുക്കാം. ഈ ഫോട്ടോസിൻ്റെ ചുറ്റും വെള്ള കളറാണ് അല്ലേ? വെള്ള കളറാണല്ലോ. ഞാനിത് തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കൂ, ഫയലിൽ ഓപ്പൺ. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഫയൽ കൊടുന്നു. ആ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ആരോ ടൂൾ കൊണ്ട് നമ്മുടെ പേജിലേക്കൊക്കെ വലിച്ചിട്ടു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ മേജിക് വാണ്ട് ടൂൾ എടുത്തിട്ടേ ആ വെള്ള കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ വെള്ള കളർ മാത്രം ഡിലീറ്റ് ആയത് കണ്ട നിങ്ങൾ? സംഭവം മനസ്സിലായ? അപ്പോൾ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ കളറാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഒരു പ്രത്യേക കളർ മാത്രം കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് മേജിക് വാണ്ട് ടൂൾ.
ഓക്കെ. അതേപോലെ തന്നെ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്നൊരു ടൂളുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് നോക്കിയേ സെലക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ മാജിക് വാൻ ടൂൾ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ജിടെക്കിൻ്റെ ഈ ഫോട്ടോസ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മൾ ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ടേ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ പേജിലേക്ക് ഞാനതിനെ വലിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ആ ജിടെക്കിൻ്റെ ചുറ്റൊരു വെള്ള കളറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ഷൻ ചെയ്യാം, കണ്ടല്ലോ. അല്ലെങ്കിൽ മാജിക് വാൻ ടൂൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനിങ്ങനെ സെലക്ഷൻ ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ക്വിക്ക് സെലക്ഷൻ ടൂൾ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? മാജിക് വാൻ ടൂള്, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള്, ക്വിക്ക് സെലക്ഷൻ ടൂള്, മാജിക് വാൻ ടൂള്. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ആ ഒബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കളറിൻ്റെ അരികിലൂടെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ സെലക്ഷൻ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൂൾ 3 എണ്ണം ഇതിൻ്റെ ഉള്ളിലുള്ള ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാൻ ടൂളും മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഫോട്ടോ കട്ട് ചെയ്യാനാണ് പോകുന്നത്, ശ്രദ്ധിക്കാം. അതിനായിട്ട് നോക്കൂ, ഞാനൊരു ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, ഈ ഫോട്ടോസ് എനിക്ക് കട്ട് ചെയ്യണം. നമ്മൾ സാധാരണ രീതിയിൽ ഫോട്ടോ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ടൂള് പെൻ ടൂളാണ്. ടൂൾ ബോക്സിൽ കാണാം ഒരു പെന്നിൻ്റെ ചിഹ്നമായിട്ടുള്ളൊരു ടൂൾ കണ്ടോ നിങ്ങൾ? ഈ പെൻ ടൂൾ കൊണ്ടാണ് ഈ ഫോട്ടോസ് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നിട്ട് പറയുകയാണ്, വലുതാക്കാനായിട്ട് Ctrl+ കേട്ടോ, Ctrl+. ഞാൻ ഇപ്പോൾ ഈ ഷർട്ടിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനങ്ങോട്ട് സെലക്ഷൻ ചെയ്തു. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇങ്ങനെ സെലക്ഷൻ ചെയ്തു. കുറച്ച് റിസ്ക് പിടിച്ച ടൂളാട്ടോ, കുറച്ച് റിസ്ക് പിടിച്ച ടൂളാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കണ്ടോ? നന്നായി സൂം ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെൻ ടൂളിൻ്റെ ടൂൾ കൊണ്ടാണ് നമ്മളിത് സാധാരണ സ്റ്റുഡിയോയിലും ഉള്ള വർക്കുകളിലൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായി കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ഓക്കെ, മുടിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഇനി ഞാനിതിൻ്റെ പുറത്തു കൂടെ സെലക്ഷൻ ചെയ്യണം. കാരണം ഈ മുടി ഇങ്ങനെ ആകെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ അപ്പം എൻ്റെ മുടി അല്ലെങ്കിൽ നമ്മൾ തൊപ്പി വെച്ച പോലെ കട്ട് ചെയ്യും. അപ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പോൾ ഇവിടെ വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത്, ഇവിടെ കണ്ണാടര കാലൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നോക്കൂ, നന്നായി സൂം ചെയ്തിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തു. ഈ ഭാഗമൊക്കെ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തു കേട്ടോ. നമ്മൾ സെലക്ഷൻ ടൂളൊക്കെ വെച്ച് ഞാനിവിടെ കട്ട് ചെയ്തു. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ പെൻ ടൂൾ കൊണ്ട് കട്ട് ചെയ്തു. മുടിയുടെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് മേലക്കൂടെ പുറത്തുള്ള ഭാഗം കൂടി സെലക്ഷൻ ആക്കി ഈ കൈയിൻ്റെ ഭാഗമൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ
ഒരു സ്വല്പം ഇങ്ങനെ ആ മഞ്ഞ കളർ ഉള്ളിലേക്ക് പോയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതറിയില്ല. മഞ്ഞ കളർ ഉള്ളിലേക്ക് പോയോണ്ട് അതറിയില്ല. ഇവിടെ നിന്ന് ലാപ്ടോപ്പിൻ്റെ ഈ ഭാഗം ഞാൻ തെറ്റി കഴിഞ്ഞപ്പോൾ നോക്കൂ, വിരലിൻ്റെ ഭാഗം ഇനി നമ്മൾ ഈ ഭാഗം കേട്ടോ, ഈ ബാലൻസ് എടുക്കുന്ന ഭാഗം പുറത്തുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പുറത്തുകൂടെ സെലക്ഷൻ ചെയ്തുകൊണ്ടൊരു കുഴപ്പമില്ല. ഈ ഷർട്ടിൻ്റെ ഭാഗം ഓക്കെ. അപ്പോൾ തുടങ്ങിയോടെ തന്നെ നമ്മൾ അവസാനിപ്പിച്ചു, കട്ട് ചെയ്തിട്ട് തുടങ്ങിയോടെ തന്നെ അവസാനിപ്പിച്ചു. കൺട്രോൾ എൻ്റർ, കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? കൺട്രോൾ എൻ്റർ. ഓക്കെ, കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ സെലക്ഷൻസ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടി. കൺട്രോൾ എൻ്റർ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ നിന്നുകൊണ്ട് ഈ ഫയലിനെ നമ്മൾ നമ്മുടെ പേജിലേക്ക് വലിച്ചിടാൻ പോവാം. ഞാനൊരു പേജ് എടുക്കുകയാണ്, ഫയലിൽ ന്യൂ 1080 റെസൊല്യൂഷൻ ഞാനിപ്പോൾ ഒരു 150 കൊടുത്തിട്ട് ഞാനൊരു പേജ് എടുത്തു. ആ പേജിലേക്ക് ഞാൻ എന്ത് ചെയ്ത് ഏറോ ടൂൾ കൊണ്ട് ഇത് വലിച്ചിട്ടു. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഇതുവരെ ചെയ്ത കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ക്ലിയർ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വലിച്ചിട്ടു. ഇനി മുടിയിൽ അവിടെ കട്ട് ചെയ്തിട്ടില്ല അല്ലേ? അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു എറൈസറിൻ്റെ ടൂളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എറൈസർ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. മായ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന എറൈസറിൻ്റെ ഉള്ളിലുള്ള ബാക്ക്ഗ്രൗണ്ട് എറൈസർ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഈ ടൂള് എടുത്തിട്ട് നമ്മൾ ആ മുടിയിൽ അവിടെ ജസ്റ്റ് ഉണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ കളറുണ്ട്, മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണല്ലോ? പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു മഞ്ഞ കളർ, ആ മുടിയുടെ മുകളിലൊരു മഞ്ഞ കളർ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ നമുക്കതൊന്ന് മായ്ക്കണം. നോക്കൂ, ബാക്ക്ഗ്രൗണ്ട് എറൈസർ വെച്ചിട്ട് ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഇങ്ങനെ എറൈസ് ചെയ്തു. ഇനി ഈ മുടിയുടെ അവിടെ നോക്കൂട്ടാ, ഈ മുടിയുടെ അവിടെ ഒരു മഞ്ഞ കളർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കതൊന്ന് മായ്ക്കണം, ആ ലൈറ്റിൻ്റെ എഫക്റ്റ് ഒന്ന് ശരിക്കും മായ്ക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്, ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബേൺ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ബേൺ ടൂൾ ബോക്സിൽ തന്നെ കാണാം, ശ്രദ്ധിക്കുക.
ടൂൾ ബോക്സിൽ പെൻ ടൂളിൻ്റെ മുകളിലായിട്ട് കാണാം, ഇവിടെ കണ്ടില്ലേ ഡോട്ട് ടൂള്, ബേൺ ടൂള്, സ്പോഞ്ച് ടൂൾ. അതിൽ ബേൺ ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ട ആ മുടിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ഭാഗം മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തില്ലേ ഫോട്ടോ കട്ട് ചെയ്തത്? ഇനി ഇവിടെ ഈ കയ്യിൻ്റെ അവിടെ ഉണ്ട്, അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കിയേ, മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തു, ആ കളറിൻ്റെ ഭാഗം നമ്മളൊന്ന് സെലക്ഷൻ ചെയ്ത് ഷാർപ്പായി കട്ട് ചെയ്തു. കൺട്രോൾ എൻ്റർ ഡിലീറ്റ് അടിക്കുക. ഇനിയിപ്പോൾ ഈ കയ്യിൻ്റെ അവിടെ നോക്കൂ, കൺട്രോൾ എൻ്റർ ഡിലീറ്റ് അടിക്കുക. ഡിലീറ്റ് അടിച്ചു. കണ്ടല്ലോ നമ്മുടെ ഫോട്ടോസ് കട്ട് ചെയ്തൊന്നും കണ്ട നമ്മൾ. ഇനി നിങ്ങൾക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് നോക്കി, നിങ്ങൾ ഇഷ്ടമുള്ള കളർ വെച്ച് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തുകൂടെ? ബാക്ക്ഗ്രൗണ്ടിന് ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്താൽ മതി. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ബാക്ക്ഗ്രൗണ്ടിന് നമ്മളൊരു പർട്ടിക്കുലർ കളർ കൊടുത്തു. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യണ പോലെ തന്നെ ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്നും ഫയൽ എടുക്കാം. ഓക്കെ, ഇത് എവിടെയാണ് നമുക്ക് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ലൊരു പോസ്റ്റ് ഇവിടെ ഡിസൈൻ. ഇപ്പോൾ ഇയാളുടെ ഫോട്ടോസ് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ കളർ ഇതിന് യാതൊരു കറക്ഷനും കറക്റ്റ് അല്ല, കളർ കോമ്പിനേഷൻസ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ കളറൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ സ്മാർട്ട് എന്നുള്ളതിന് പകരം അതിന് ഞാനിപ്പോൾ ഒരു ഏകദേശം ഇതിൻ്റെ ഒരു ലൈറ്റ് കളർ തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് അതിനെങ്ങാട്ടി ഒരു സ്വല്പം കൂടി ഡാർക്കായിട്ടുള്ള ഒരു സ്വല്പം കളർ നമ്മളതിലവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബാച്ച് ടൈമിന് ഓക്കെ കളർ മാച്ച് ചെയ്തുണ്ടോ? നിങ്ങൾ കളർ മാച്ച് ചെയ്തുണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഒരു പോസ്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈൻ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായ? ഭാഗം മനസ്സിലായ? ഒരു ഫോട്ടോ കട്ട് ചെയ്ത് വെക്കുന്ന ഭാഗം മനസ്സിലായ?
ഞാൻ ആ ഫോട്ടോസ് ഓപ്പൺ ആക്കാം. ലോഗോസ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ കളർ കറക്ഷൻസ് കട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഒരൊറ്റ കളർ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കളറിൻ്റെ കറക്ഷൻസ്, കളർ കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നമ്മളിത് വെച്ചിട്ടാണ്. നമുക്ക് ജിടെക്കിൻ്റെ ലോഗോ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാം. ബാക്കിയുള്ള ഈ ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് മേലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ മേലേക്ക് ആക്കാം. ഇതൊരു സ്വല്പം ഞാൻ നിങ്ങളിലേക്ക് വെച്ചു. ക്ലിയർ ആണല്ലോ? എവിടെ വെച്ചാലാണോ വർക്കിന് ഭംഗി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു ബാക്ക്ഗ്രൗണ്ട്. ഈ സാധനം ഞാൻ വെച്ചു. ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിന് എനിക്കൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കും. മനസ്സിലായ? ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം, അതായത് കളർ മിക്സിങ് കൊടുക്കണം. ടൂൾ ബോക്സിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. കണ്ടല്ലോ ഗ്രേഡിയൻറ്റ്, ഗ്രേഡിയൻറ്റ് എന്നുള്ളൊരു ടൂൾ കണ്ടോ? ഈ ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ മേലെ കുറേ സ്റ്റൈല്, കുറേ എഫക്റ്റുകൾ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഏതാണോ ബന്ധപ്പെട്ട് കിടക്കുന്ന സൈറ്റ് കണ്ടില്ലേ, അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേഡിയൻറ്റ് മിക്സ് ചെയ്യാം കേട്ടോ. കുറേ ഉണ്ട്. ഇപ്പോൾ ബ്ലൂവിലാണ് ഇപ്പോൾ നമ്മൾ ഈ കളർ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ആ കളർ പതുക്കെ മിക്സ് ചെയ്യാം. സംഭവം മനസ്സിലായ? അപ്പോൾ കുറച്ച് ഡാർക്ക് കളർ എടുക്കാം, ബ്ലൂ വേണ്ട. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് റെഡിലാണെങ്കിൽ റെഡിൽ കണ്ടില്ലേ കുറേ കളേഴ്സുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിങ്കിലാണെന്നുണ്ടെങ്കിൽ പിങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കളേഴ്സുകൾ, ഗ്രീനിലാണെങ്കിൽ ഗ്രീനിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കളേഴ്സുകൾ. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മോഡൽ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാർക്ക് കളർ, ലൈറ്റ് കളറൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വരച്ച് കഴിഞ്ഞാൽ കളർ മിക്സിങ് കണ്ടാൽ നിങ്ങൾ ക്ലിയർ ആണല്ലോ? ഒരു കളർ മിക്സ് ചെയ്യുന്നത് കണ്ട മനസ്സിലായ? ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, ഈ കളർ നമുക്ക് ഇത് എടുത്ത് കാണിക്കുന്നില്ല അല്ലേ? ഇല്ലല്ലോ. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള കളേഴ്സുകൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കളേഴ്സുകൾ എപ്പോഴും അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള കളേഴ്സുകളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നോക്കി നോക്കിയേ, സംഭവം മനസ്സിലായ? അപ്പോൾ മുടിയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റുകൾ, ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയണം ആഗസ്റ്റ് 15 വരുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയുടെ കൊടിയുടെ കളർ കൊടുക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗ്രേഡിയൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന മേലെ കാണുന്ന ഗ്രേഡിയൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കളറ് ഓറഞ്ച്, നടുക്കിൽ വെള്ള കളറ്, അടിയിൽ പച്ച കളർ. മനസ്സിലായല്ലോ? എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് ആ കളർ മിക്സ് ചെയ്യാം. സംഭവം മനസ്സിലായ? ഒരു ആഗസ്റ്റ് 15 വരുന്നത്. അപ്പോൾ ആഗസ്റ്റ് 15 ബന്ധപ്പെട്ട് കിടക്കുന്ന വർക്കുകളൊക്കെ അതേപോലത്തെ മോഡൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഭാഗം മനസ്സിലായ നിങ്ങൾക്ക്? ഈ വർക്ക് മനസ്സിലായില്ലേ?
കളറിൻ്റെ കറക്ഷൻസ് കട്ട് ചെയ്യണത്. നമ്മളിന്ന് പഠിച്ചത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എന്താ ചെയ്തത്, ബാക്ക്ഗ്രൗണ്ടുകൾക്ക് നമ്മൾ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്കൊരു പച്ച കളറാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പച്ച കളർ നോക്കിയേ, ആ പച്ച കളർ ടെക്സ്റ്റിന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഗ്രേഡിയൻറ്റുകൾ മിക്സ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗ്രേഡിയൻറ്റുകൾ മിക്സ് ചെയ്യാൻ പറ്റും നമുക്ക്. ഗ്രേഡിയൻറ്റുകൾ പിന്നെ അതല്ല ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ ഒറ്റ കളർ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് പെൻ ടൂൾ കൊണ്ട് നമ്മൾ ഫോട്ടോ കട്ട് ചെയ്യണതും ഈ മുടിയുടെ അവിടെ നമ്മൾ ഏതാ ഉപയോഗിച്ചത്, ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ എന്നുള്ളൊരു ടൂൾ വെച്ചിട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ വെച്ചിട്ടാണ് നമ്മളത് എറേസ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായ? ഞാനൊന്ന് സേവ് ചെയ്യുന്നുണ്ടേ. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫയലുകളൊക്കെ JPG ഫയലായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ഡെസ്ക്ടോപ്പിൽ വർക്ക് ന്യൂ എന്നുള്ള പേരിൽ ഇതിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനത് സെൻഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം നല്ല നല്ല പോസ്റ്ററുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റിയിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത വർക്കുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ടൂളുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ ഒരു 3 ടൂൾ പഠിച്ചു. മേജിക് വാണ്ട് ടൂളിൻ്റെ ടൂൾ പഠിച്ചു, പിന്നെ നമ്മൾ ഗ്രേഡിയൻ ടൂൾ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ പഠിച്ചു, പിന്നെ ഇവിടെ ഒരു ടൂൾ പഠിച്ചു, നമ്മൾ എന്താണ് ഡോട്ട് ടൂൾ എന്നുള്ളൊരു ടൂൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന ആൾക്കാർ ഒന്ന് ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ് സാറേ എന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം എന്താ പറയുക, ചില സമയത്ത് ഞാൻ നിങ്ങളെ ഫോട്ടോഷോപ്പ് ഓഫാക്കിയിട്ട് വീണ്ടും നമ്മുടെ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് നോക്കണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായ? മറിച്ച് നിങ്ങളത് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് വന്നിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് വന്ന് നിങ്ങൾ ഇവിടെ ഇല്ലേ എന്നുള്ളത്, കാരണം വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ പറയുന്ന ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അതിൽ തന്നെ പഠിക്കാനായിട്ട് പോകുന്ന ഇവിടുത്തെ ഒരു 3 ടൂളുകൾ നമ്മളിവിടെ ഇന്ന് നമ്മൾ ഒരു 6 ടൂൾ കൂടി പറയുന്നുണ്ട്. ഒന്ന് ബ്ലർ ടൂളാണ്. ബ്ലർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്ലർ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മങ്ങിക്കാനായിട്ട്, അതായത് ഇങ്ങനെ മങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റുഡിയോയിലത്തെ വർക്കുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഒരു ആൽബങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാണാൻ പറ്റൂലേ, മുഖമൊക്കെ നല്ല സ്മൂത്തൊക്കെ ആക്കിയിട്ട് നല്ല ഡിസൈനിലൊക്കെ നല്ല രീതിയിൽ അവരത് ഫോട്ടോ ടച്ച് ചെയ്തിട്ടുണ്ടാവും ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്ലർ ടൂളുകളെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഫോട്ടോസ് എടുക്കുകയാണ്. തൽക്കാലം ഒരു ഫോട്ടോസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മുഖത്തുള്ള ആ ഡിഫറൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസാണ് ഈ നോക്കുന്നത് കേട്ടോ. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. 14:52:90. ഞാൻ ആ ഫോട്ടോസ് ഓപ്പൺ ആക്കുകയാണ്. തീരെ ക്ലാരിറ്റി ഇല്ല. ഒന്നുകൂടി ഞാനൊന്ന് വേറൊരു ഫോട്ടോസ് എടുക്കട്ടെ. കുഴപ്പമില്ല, ഇത് വെച്ച് നോക്കട്ടെ നിങ്ങൾ. ഇതിപ്പോൾ ഒരു സ്വല്പം ക്ലാരിറ്റി കുറവുള്ളൊരു ഫോട്ടോസാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലർ ടൂൾ എടുത്തു. ബ്ലർ എന്നുള്ളൊരു ടൂൾ എടുത്തിട്ട്, ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അറിയാലോ, നമുക്കിത് മങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് ടൂളിൻ്റെ ഉപയോഗം. എന്നാൽ അത് എവിടെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത്രയും ഭംഗിയാവണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ നെറ്റിയിൽ അവിടെയൊക്കെ കണ്ടില്ലേ ഒരു പിക്സൽസൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ, ചെറിയ ചെറിയ ഡോട്ടുകൾ പോലത്തെ മോഡൽ ഫീലിങ്ങുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് ബ്ലർ ചെയ്യിക്കാം. ഈ ആൽബങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ഉണ്ടാകുന്ന ആൾക്കാർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണിത്. മനസ്സിലായോ? ഇപ്പോൾ നോക്കിയേ, ആ മഞ്ജു വാര്യരുടെ നെറ്റി അതേപോലെ തന്നെ മുഖവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ബ്ലർ ചെയ്യിച്ചു. ബ്രഷിൻ്റെ സൈസൊക്കെ കുറച്ചിട്ട് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗവും അതേപോലെ ചെയ്യരുത്, നമ്മളത് നോക്കിയിട്ടായിരിക്കണം ആ വർക്ക് ചെയ്യേണ്ടത്. കൂടുതൽ ഓവറായിട്ട് ചെയ്യാനും പാടില്ല. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൊത്തം ഇങ്ങനെ മങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അവിടെ നമുക്ക് വരും. ഇങ്ങനെയാണ് സ്റ്റുഡിയോയിൽ വർക്കുകൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഫോട്ടോ ടച്ച് ചെയ്യണത് ഇങ്ങനെയാണ്. ഇപ്പോൾ മഞ്ജു വാര്യരുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം നോക്കി നിങ്ങൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ബ്ലർ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മങ്ങിപ്പിക്കുക എന്നാണെന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ കുറേ ഉണ്ട്. നമ്മളൊരു ഫോട്ടോസൊക്കെ ടച്ച് ചെയ്യണതിൽ വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു ടൂളാണെന്ത്, ഈ ബ്ലർ ടൂൾ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അത് നല്ല പിക്സൽസ് ഉള്ളതിലാണ് നല്ല ക്ലിയർ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ക്ലാരിറ്റി കുറവുള്ള പിക്ചർ ആയതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഈ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ ഈ ആൽബങ്ങളുടെ വർക്കുകളൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? ആൽബങ്ങളൊക്കെ നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ വരും അല്ലേ? കണ്ടില്ലേ? ഇപ്പോൾ ആ മുഖം കാണാനായിട്ടൊരു ഭംഗിയുണ്ടല്ലോ, നേരത്തെ പോലെയല്ലല്ലോ, കുറച്ച് നല്ലൊരു എഫക്റ്റീവാണ്. അതിനാണ് ബ്ലർ ടൂൾ യൂസ് ചെയ്യുന്നത്. ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ടടിയിൽ വരുന്ന ടൂളാണ് ഷാർപ്പൻ ടൂൾ. അതായത് ഷാർപ്പ്നെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പറയുകയാണ് എനിക്ക് മുടിയുടെ അവിടെയൊക്കെ ഒന്ന് ഷാർപ്പ്നെസ് വേണം. കണ്ട ആ മുടിയുടെ അവിടെ നോക്കി നിങ്ങൾ ഒരു ഷാർപ്പ്നെസ് ഫീൽ ചെയ്തണ്ട. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ അവിടെ ഒരു തിളക്കം വേണം, ഷാർപ്പ്നെസ് വേണം. നോക്കിയേ, കണ്ണോ നോക്കിയേ, സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഷാർപ്പ്നെസ് ഇങ്ങനെയൊക്കെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഷാർപ്പൻ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്മഡ്ജ് ടൂൾ. സ്മഡ്ജ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ മഞ്ജു വാര്യർക്ക് കുറച്ച് നെറ്റ് കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്വല്പം സൈഡ് ഒന്ന് പതുക്കെ മിക്സ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യിക്കുക. കണ്ട? മനസ്സിലായല്ലോ? അതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുടി ഇങ്ങനെ നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. എവിടെ നിന്ന് പിടിച്ചിട്ട് എങ്ങോട്ടാണോ വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗം അവിടേക്ക് സ്മഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായ? ഇപ്പോൾ ഈ 3 ടൂൾ മനസ്സിലായല്ലോ? ബ്ലർ ടൂൾ പഠിച്ചു, ഷാർപ്പൻ ടൂൾ പഠിച്ചു, സ്മഡ്ജ് ടൂൾ പഠിച്ചു. ഇനി അതിൻ്റെ തൊട്ടടിയിൽ വരുന്ന ടൂള് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ടൂളാണ്. ഒന്ന്, ചില ഫോട്ടോസുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
അതിനൊക്കെ ലൈറ്റ് ആക്കേണ്ടതായിട്ട് വരും. ചില ഡാർക്ക് കളറിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കണ്ടില്ലേ, കളറില്ലാണ്ട് കറക്ഷൻ ആണ്ട്. ഇപ്പോൾ നമ്മൾ ഹാളിൽ നിന്നും, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഹാളിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റ് ഒന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇരുട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നിന്നുകൊണ്ട് ലൈറ്റ് ആക്കാനായിട്ട് പറ്റും. ഫോട്ടോസിനെ ലൈറ്റ് ആക്കാൻ, അതായത് വെളുപ്പിക്കാനൊക്കെ പറ്റും. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ വരുന്നൊരു ടൂളാണ് എന്ത്, ബേൺ ടൂള്. ഇതെന്ത് ചെയ്യാൻ പറ്റും, ഡാർക്ക് ആക്കാനായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആ മുടിയുടെ അവിടെയൊക്കെ ഒരു സ്വല്പം ഡാർക്ക്നെസ് ഒക്കെ കൊടുത്തില്ലേ, അവൻ്റെ ആ പയ്യൻ്റെ മുടി അവിടെ കട്ട് ചെയ്തിട്ട് ആ മുടിയുടെ അവിടെ കുറച്ച് കളറൊക്കെ കൊടുത്തു അല്ലേ, അതിനാണ് ബേൺ ടൂൾ യൂസ് ചെയ്യുന്നത്. സ്പോഞ്ച് ടൂളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള കളറുകൾ ഇങ്ങോട്ട് ഒപ്പിയെടുക്കും. മനസ്സിലായല്ലോ. ആ ഫോട്ടോസിൻ്റെ മുകളിലുള്ള കളറുകൾ ഒപ്പിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ. ഒന്ന് ഡാർക്ക് ലൈറ്റ് ആക്കാനായിട്ട്, ഡാർക്ക് ആക്കാനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ലൈറ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുണ്ട്. പിന്നെ ഡാർക്ക് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളുണ്ട്. പിന്നെ സ്പോഞ്ച് ടൂളുണ്ട്. സ്പോഞ്ച് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളർ ഇങ്ങോട്ട് ഒപ്പിയെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. ഈ ഭാഗം മനസ്സിലായില്ലേ. ഡോട്ട് ടൂള്, ബേൺ ടൂള്, സ്പോഞ്ച്. ഓക്കെ, ഇനി ഈ ടൂള് മനസ്സിലായി. നമ്മൾ ബ്ലർ ടൂള്, ഷാർപ്പൻ ടൂള്, സ്മഡ്ജ് ടൂള്. ഗ്രേഡിയൻ ടൂള് നമ്മൾ പഠിച്ചു അല്ലേ. ഗ്രേഡിയൻ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. പുതിയതായിട്ടുള്ളൊരു ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, പുതിയതായിട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഗ്രേഡിയൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രേഡിയൻറ്റിൻ്റെ കളറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കളർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് കളറാണെന്നുണ്ടെങ്കിൽ ആ കളർ സെറ്റ് ചെയ്യാം. പിന്നെ നടുക്കിൽ സെക്കൻഡ് കളർ ഏതാണെന്നുണ്ടെങ്കിൽ ആ കളർ സെറ്റ് ചെയ്യുക. തേർഡ് കളർ ഏതാണെന്നുണ്ടെങ്കിൽ ആ കളർ സെറ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞ് ഇതിന് നമ്മളിങ്ങോട്ട് ഗ്രേഡിയൻറ്റ് വലിച്ചു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇങ്ങനെ നമുക്ക് ഗ്രേഡിയൻറ്റുകളെ, കളറുകളെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഈ ഗ്രേഡിയൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പല ഫോർമാറ്റുകളുണ്ട് അതിൽ കണ്ട, പല പല സ്റ്റൈലുകളുണ്ട്. ഏത് സ്റ്റൈലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ. ഈ ഭാഗം മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയും ടൂളുകൾ മനസ്സിലായില്ലേ. പിന്നെ പെൻ ടൂൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെൻ ടൂൾ വരച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ ആവാനായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, കൺട്രോൾ എൻ്റർ. ക്ലിയർ ആണല്ലോ. കൺട്രോൾ എൻ്റർ കേട്ടോ. ആദ്യം സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ ചെയ്തതിന് ശേഷം കൺട്രോൾ എൻ്റർ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുക സെലക്ഷൻ ആവാനായിട്ട്. ആ പെൻ ടൂളിൻ്റെ ഉള്ളിലുള്ള ഒരു 4 ടൂളും കൂടി ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് പറയാം. ഒന്ന് ഫ്രീ ഫ്രം പെൻ ടൂളാണ്. അതായത് മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷൻ. നേരത്തെ നമ്മൾ ലാസോ ടൂൾ ചെയ്തില്ലേ, ഇവിടെ ചെയ്തില്ലേ ലാസോ ടൂള്. മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷൻ. ലാസോ ടൂൾ ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷനാണ്. മറിച്ച് പോളിഗൺ ലാസോ ഇതാണെന്നുണ്ടെങ്കിൽ, പെൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ, ഫ്രീ ഫ്രം പെൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കൊണ്ടുപോയി വെച്ചതിന് ശേഷം കൺട്രോൾ എൻ്റർ അടിക്കും. മനസ്സിലായല്ലോ. കൺട്രോൾ എൻ്റർ എന്നുള്ള കമാൻഡ് അടിക്കും. അതിനെയാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. കർവബിൾ പെൻ ടൂൾ എന്നൊരു ടൂളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരയ്ക്കുക, വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനിങ്ങനെ കർവ് ചെയ്യിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഈ ഭാഗം മനസ്സിലായില്ലേ. കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഷേപ്പുകളെ കർവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടടിയിൽ ആഡ് ആക്ചർ പോയിന്റ് എന്നൊരു ടൂളുണ്ട്. ആ ടൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള നോഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ. പുതിയതായിട്ടുള്ള നോഡുകൾ നമുക്ക് പുതിയ നോഡുകൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായല്ലോ. പിന്നെ അതിൽ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ്. ഭാഗം മനസ്സിലായില്ലേ. പെൻ ടൂള്, ഫ്രീ ഫ്രം പെൻ ടൂള്, പെൻ ടൂള്, ഫ്രീ ഫ്രം പെൻ ടൂള്, കർവ് ചെയ്യണത്, ആഡ് ആക്ചർ പോയിന്റ്, ഡിലീറ്റ് ആക്ചർ പോയിന്റ്, കൺവേർട്ട് ആക്ചർ പോയിന്റ്.
ഭാഗം മനസ്സിലായില്ലേ? ഇത്ര ഭാഗം മനസ്സിലായല്ലോ. പെൻ ടൂള്, ഫ്രീ ഫ്രം പെൻ ടൂള്, കർവബിൾ, ആഡ്, ഡിലീറ്റ്, കൺവേർട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ടൈപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് നമുക്ക് നേരെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളൊരു അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ടൈപ്പിങ്ങിൽ കുറേ പ്രോപ്പർട്ടീസുകളുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ മാത്രം പറയുന്നു. പിന്നെ അടിയിലേക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ ഇവിടെ 2 ടൂളുകളുണ്ട്. അതായത് സെലക്ഷൻസ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലുള്ള വെറും സെലക്ഷൻസ് മാത്രം നമുക്ക് ടൈപ്പ് ചെയ്ത് പറയാം. അപ്പം നമ്മൾ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ടൂൾ ഒന്നുകൂടെ ഞാൻ പറയും. അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ കയ്യിൽ സിസ്റ്റം വെച്ച് യൂസ് ചെയ്യാറില്ലേ? ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ചെയ്ത് നോക്കാറുണ്ടോ? ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഗായത്രി? ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. അപ്പോൾ അത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. സൗമ്യ, ഞാൻ നിങ്ങളുടെ ഫോണിലത്തെ പേരാണ് വായിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേര് കറക്റ്റ് പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. സൗമ്യ, ഹലോ, കേൾക്കാവോ? ഓക്കെ, എന്തായാലും മനസ്സിലായല്ലോ. ഇന്ന് പറഞ്ഞ ടൂളുകൾ മനസ്സിലായല്ലോ. ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഈ മുടിയൊക്കെ കട്ട് ചെയ്തെടുക്കണത്, ബ്ലർ ചെയ്യണത്, ഷാർപ്പൻ ചെയ്യണത്, സ്മഡ്ജ് ചെയ്യണത്, അങ്ങനത്തെ വർക്കുകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ ഓരോ വർക്കുകളും വെച്ച് നിങ്ങളത് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓരോ ടൂളിൻ്റെ ഉപയോഗങ്ങൾ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഇന്നിനി അധികം പറയുന്നില്ല. കാരണം വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ ആരും കയറിയിട്ടില്ല. ഞാൻ അവരെ വിളിച്ചു നോക്കട്ടെ എന്താണ് അവർ കയറാഞ്ഞെന്നുള്ളത്. കാരണം ചിലപ്പോൾ ഇതിനിപ്പോൾ ഒന്നും കൂടെ എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഞാൻ റെക്കോർഡിങ് അയച്ചു തരാം നിങ്ങൾക്ക്. റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സൗമ്യ, കേൾക്കാവോ? സൗമ്യ ഇപ്പോൾ സിസ്റ്റത്തിലാവൂലേ ചെയ്യുന്നുണ്ടാവുക. മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ഹലോ സൗമ്യ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ലീവ് ചെയ്തോട്ടെ എന്നാൽ ഗായത്രി. നാളെ ഇല്ല, നാളെ ഞായറാഴ്ചയല്ലേ. മൺഡേ നമുക്ക് 5 മണിക്ക്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഒന്ന് വിളിക്കാം. എന്താണ് അവർ കയറാത്തതെന്നുള്ളതൊന്ന് ചോദിച്ചിട്ട് വിളിക്കാം. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ റെക്കോർഡിംഗ് ക്ലാസ് ഇട്ട് കൊടുക്കുന്ന കാരണമാണോ ക്ലാസ് കയറാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം റെക്കോർഡിംഗ് ഇട്ട് കൊടുത്താൽ മതിയൊന്നും ഒരു ചിന്ത വരുന്നുണ്ട്. കാരണം നമ്മൾ ക്ലാസ് എന്തായാലും അയക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ കയറാണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, എന്തായാലും ശരി. അപ്പോൾ നമുക്ക് മൺഡേ കാണാം. ഓക്കെ, ഞാൻ ലീവ് ചെയ്യാണ്. സൗമ്യ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനെന്തായാലും ലിങ്ക് അയച്ചു തരാം കേട്ടോ. ശരി.